അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനെ അറിയാത്തവരായി നമ്മൾ മലയാളികൾ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു സംവിധായകനാണ്. നമുക്കൊക്കെ അറിയാം, വാണിജ്യ സിനിമകളാണ് അധികം വിജയം കൈവരിക്കാറുള്ളത്. അപ്പോൾ വാണിജ്യ ഇതര സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരാളാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം അവസാനമായി സിനിമ ചെയ്തത് 2016 അപ്പോൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമ ചെയ്യുന്നില്ല. അതൊരു ദുഃഖവാർത്ത തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്തത് കൊണ്ട് ഒരു ദുഃഖവാർത്തയാണ് മലയാളികൾക്ക്. എന്തായാലും ഒരുപാട് ചരിത്ര സിനിമകൾ ചെയ്തിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ മലയാളത്തിലെ മമ്മൂട്ടി അടക്കം ഒരുപാട് പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അടൂർ ഗോപാലകൃഷ്ണൻ വഹിച്ച പങ്ക് വലുതാണ്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത് തന്നെ നല്ലൊരു കലാമൂല്യമുള്ള ചരിത്ര സിനിമയുമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.